ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട റോസ്റ്റിൻ്റെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള മൊത്തത്തിൽ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ച ചുവക്കൊന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 തക്കാളിയാണ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. എന്നിട്ടിത് വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അത് നമ്മളുടെ 6 എടുത്തിട്ടുള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പതുക്കെ മസാലയൊക്കെ ഒന്ന് മേലക്കാക്കി കൊടുക്കാം. മുട്ടയൊക്കെ മസാലയിൽ ആവുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.